മകനേ മകളെ, അല്പനേരം ശ്രദ്ധിക്കൂ. ഇത് കാണാതെ കടന്നുപോകരുത്. നിന്നെ തകർക്കാൻ ശ്രമിച്ച ഒരു വർഷത്തിലൂടെയാണ് നീ കടന്നുപോയത്. നിന്റെ വിശ്വാസത്തെ തകർക്കാൻ പോന്ന പോരാട്ടങ്ങളെ നീ നേരിട്ടു. മറ്റാരും കാണാത്ത വേദനകൾ നീ നിന്റെ ഉള്ളിൽ ചുമന്നു. ആരും കേൾക്കാതെ നീ നിശബ്ദമായി കരഞ്ഞു. ഭയത്തെ നേരിട്ടുകൊണ്ട് നീ പൊരുതി. അതിജീവിക്കില്ലെന്ന് നീ കരുതിയ ദിവസങ്ങളെ നീ പിന്നിട്ടു. എന്നിട്ടും നീ ഇതാ ഇവിടെ ശ്വസിച്ചുകൊണ്ട് കരുത്തോടെ നിൽക്കുന്നു. നീ ഇന്നും ഇവിടെ നിൽക്കുന്നു എന്നതുതന്നെ നിനക്കായി എനിക്ക് ഇനിയും വലിയ പദ്ധതികളുണ്ട് എന്നതിന്റെ തെളിവാണ്. ഈ വർഷം അവസാനിക്കുകയാണ്, പക്ഷേ നിന്റെ കഥ അവസാനിക്കുമില്ല. പഴയ അതേ ചക്രങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ജീവനോടെ നിലനിർത്തിയത്. വെറും കൈയോടെയോ തോൽപ്പിക്കപ്പെട്ടവനായോ വിസ്മരിക്കപ്പെട്ടവനായോ പുതിയ വർഷത്തിലേക്ക് കടക്കാനല്ല നീ ഈ വർഷത്തെ അതിജീവിച്ചത്. നീ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം വരാനിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കുള്ള ഒരുക്കമായിരുന്നു. ഈ ഡിസംബർ 31-ാം തീയതി സ്വർഗം നിന്നോട് പ്രഖ്യാപിക്കുന്നു: നിന്റെ പഴയ കാലഘട്ടം അവസാനിക്കുകയാണ്. പുതിയൊന്ന് ഉദയം കൊള്ളുന്നു. നീ ചുമന്ന വേദനകൾ പുതിയ വർഷത്തിലേക്ക് നിന്നെ പിന്തുടരില്ല. നിന്റെ സമാധാനം കെടുത്തിയ ആകുലതകളുടെ പിടി അയയുകയാണ്. നിന്നെ തളർത്തിയ ഏകാന്തതയും തടസ്സങ്ങളും നിരാശകളും മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകളും ഇനി നിന്റെ ഭാവിയെ നിർണ്ണയിക്കില്ല. വരാനിരിക്കുന്ന വർഷം അനുഗ്രഹത്തിന്റെയും പുനഃസ്ഥാപനത്തിന്റെയും സ്വർഗീയ കരുതലിന്റെയും വലിയ മുന്നേറ്റങ്ങളുടെയും വർഷമായിരിക്കുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം അതിനേക്കാൾ മികച്ച രീതിയിൽ നിനക്ക് തിരികെ ലഭിക്കും. തടസ്സപ്പെട്ടുകിടന്ന കാര്യങ്ങൾ ഇനി വേഗത്തിൽ നടക്കും. അസാധ്യമെന്ന് നീ കരുതിയവ സ്വാഭാവികമായി നിനക്ക് മുൻപിൽ തെളിയും. നീ വീണ്ടും സന്തോഷമനുഭവിക്കും. സമാധാനത്തോടെ നീ ഉറങ്ങും. പുതിയ കരുത്തോടെ നീ എഴുന്നേൽക്കും. കൊടുംകാറ്റിനെ നീ അതിജീവിച്ചു. ഇനി ശാന്തതയുടെ സമയമാണ്. അഗ്നിയിലൂടെ നീ നടന്നു. ഇനി സ്വർണമായി തിളങ്ങേണ്ട സമയമാണ്. നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും വലിയൊരു വിളവെടുപ്പിനുള്ള വിത്തായിരുന്നു. ഓരോ പോരാട്ടവും നിന്റെ ആത്മീയ കരുതരുത്ത് വർദ്ധിപ്പിച്ചു. ഓരോ തിരിച്ചടിയും നിന്റെ അടിത്തറയെ ഉറപ്പിച്ചു. നീ പുതിയ വർഷത്തിലേക്ക് ചുവടുവെക്കുന്നത് ബലഹീനനായല്ല, മറിച്ച് കൂടുതൽ ശക്തിയുള്ളവനായാണ്. വെറും കൈയോടെയല്ല, മറിച്ച് എല്ലാറ്റിനും സജ്ജനായവനായാണ്. മുറിവേറ്റവനായല്ല, മറിച്ച് ജ്ഞാനിയായാണ്. വിസ്മരിക്കപ്പെട്ടവനായല്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവനായാണ്. ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തീർന്നിട്ടില്ല. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് നിന്റെ ആത്മാവിൽ ഇത് ഉറപ്പിക്കുക. ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഒരു അനുഗ്രഹം നിന്നെ തേടിയെത്തും. ഒരു വാതിൽ നിനക്കായി തുറക്കപ്പെടും. വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞാൻ ചിലത് കരുതിവെച്ചിട്ടുണ്ട്. അത് നിന്നെ പരീക്ഷിക്കാനല്ല, മറിച്ച് സമയത്തിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട് എന്നു നിന്നെ ഓർമ്മിപ്പിക്കാനാണ്. അർദ്ധരാത്രിയിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുമ്പോൾ ഞാൻ നിന്റെ കൈപിടിച്ച് അതിലേക്ക് നടത്തും. ഞാൻ തുടങ്ങിയത് ഞാൻ തന്നെ പൂർത്തിയാക്കുമെന്നും വരാനിരിക്കുന്ന വർഷം വലിയ കൃപയോടെ നിന്നെ നയിക്കുമെന്നും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം തുടങ്ങിയത് അവിടുന്ന് പൂർത്തിയാക്കും എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റുപറയുക. മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറാൻ ഈ സന്ദേശം പങ്കുവയ്ക്കുക. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മോടൊപ്പം ചേർന്നു നിൽക്കുക. നിനക്കായി പ്രാർത്ഥിക്കാനും നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ നിനക്ക് കൂട്ടായി നിൽക്കാനും ഞങ്ങൾ കൂടെയുണ്ടാകും. ഈ വർഷം അവസാനിക്കുന്നു, പക്ഷേ നിന്റെ ജീവിതത്തിന്റെ പ്രകാശം ഏറിവരികയാണ്. എന്റെ പ്രിയപ്പെട്ട മകനേ മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹപൂർണമായ ഒരു പുതുവർഷം ഞാൻ നേരുന്നു. സമാധാനത്തോടെ ഇരിക്കുക. ആമേൻ, ആമേൻ.